ലോകമെമ്പാടുമുള്ള റെയിൽവേ ശൃംഖലകൾ തങ്ങളുടെ ട്രെയിനുകൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വേഗത കൂട്ടാനും ലാഭം കൊയ്യാനും ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാരതം ചിന്തിച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ നിബിഡ വനങ്ങൾക്കുള്ളിലൂടെ കടന്നു പോകുന്ന റെയിൽവേ ലൈനുകളിൽ പ്രതിവർഷം 70ഓളം ആനകളാണ് ട്രെയിൻ തട്ടി ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നത്. വളവുകളും തിരിവുകളും നിറഞ്ഞ കാട്ടുപാതകളിലൂടെ ആനകൾ പെട്ടെന്ന് മുന്നിൽപ്പെടുമ്പോൾ കൃത്യസമയത്ത് ബ്രേക്ക് ഇടാൻ ലോക്കോ പൈലറ്റുമാർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇതിനൊരു ശാശ്വത പരിഹാരവുമായാണ് ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയത്, ഗജരാജ്. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ പ്രവർത്തനം വളരെ കൃത്യതയാർന്നതാണ്. റെയിൽവേ ട്രാക്കിന് സമാന്തരമായി ഭൂമിക്കടിയിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ സ്ഥാപിക്കുന്നു. ആനകൾ ഈ ട്രാക്കിനടുത്തേക്ക് വരുമ്പോൾ അവയുടെ കാൽപെരുമാറ്റം സൃഷ്ടിക്കുന്ന നേരിയ കമ്പനങ്ങൾ പോലും ഈ കേബിളുകൾ തിരിച്ചറിയും. ഈ വിവരങ്ങൾ ഉടൻ തന്നെ ഒരു AI സംവിധാനം വിശകലനം ചെയ്യുകയും നിമിഷങ്ങൾക്കകം കൃത്യമായ മുന്നറിയിപ്പ് ലോക്കോ പൈലറ്റുമാർക്ക് നൽകുകയും ചെയ്യുന്നു. ഇതുവഴി ലോക്കോ പൈലറ്റിന് ട്രെയിനിന്റെ വേഗത കുറയ്ക്കാനും ആനകൾക്ക് അപകടമുണ്ടാകാതെ നോക്കാനും സാധിക്കുന്നു. വെറും 8 മാസത്തിനുള്ളിൽ 10,000ഓളം മുന്നറിയിപ്പുകളാണ് ഈ AI സംവിധാനം നൽകിയത്. അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ സംവിധാനം നിലവിലുള്ള ഇടങ്ങളിൽ പിന്നീട് അപകടങ്ങൾ ഗണ്യമായി കുറഞ്ഞു വന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കായ ഇന്ത്യൻ റെയിൽവേ വലിയ നേട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വന്യജീവികളുടെ ജീവൻ സംരക്ഷിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. നവസാങ്കേതിക വിദ്യകളും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ കരുതലും ഒന്നിച്ചാൽ ഭൂമി കൂടുതൽ മനോഹരമാകും എന്നതിന്റെ തെളിവാണ് നമ്മുടെ ഈ ഗജരാജ് പദ്ധതി.